ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംഫിസീമ എന്നിവയ്ക്കരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229011701 മിസ് കോൾ ചെയ്യൂ. Alcoholic consumption and smoking is injurious to health. മദ്യപാനവും പുകവലിയും ആരോഗ്യത്തിന് ഹാനികരം. ഇന്നലത്തെ സാധനമെല്ലാം പോയി മുതലാളി. എങ്ങനെ ഉണ്ടായിരുന്നു കച്ചവടം? കച്ചവടം കുറച്ചൊരു ഇതായിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോണ്ട് കച്ചവടം കുറവായിരുന്നു. അലുമിനിയം ഒക്കെ ഒരുപാട് ഉണ്ടാടേ. സാധനങ്ങളുണ്ട്. ചെന്നൈയിൽ അയക്കേണ്ട സാധനം ഉണ്ടോ? കുറച്ചായിട്ടുണ്ട് മുതലാളി. മുതലാളി വിളിച്ച് പറഞ്ഞാൽ മതി വണ്ടി അയക്കാൻ. ഞാൻ സാധനങ്ങൾ ഒതുക്കി വെക്കാം. ആ സുഖമാണോ? ആണ്. എന്തുകൊണ്ട് വിശേഷം? എന്ത് വിശേഷം ദിലീപ്? ഇങ്ങനെയൊക്കെ പോണു. നമ്മളെ പറഞ്ഞ കാര്യം എടുത്തു വെച്ചാ? പറഞ്ഞ കാര്യമൊക്കെ എടുത്തു വെച്ചേന്ന്. എന്താ ആവശ്യത്തിന്? ഇവന്റെ വീട്ടിൽ പണി കിടക്കുന്നു. റെഡ് ഓഫ് ഷർട്ട് അടിക്കാനുണ്ട്. എത്ര കിലോ പേപ്പർ ആണോ? എത്ര കിലോ വേണോടെ? നമുക്കൊരു 20 കിലോ വേണ്ടേ? അതിന്റെ ആവശ്യമുണ്ടോ? അത്രയും വേണ്ടല്ലേ? വേണ്ടടേ. എന്നാലും എത്ര വേണ്ടി വരാണോ രൂപത്തില്? ഒരു 10 കിലോ ഒക്കെ മതിയല്ലോ. ഓ ശരി, അത് മതി. അത്രയും മതി. ഡേയ്, ഒരു 10 കിലോ പേപ്പർ എടു. 10 കിലോ. ഡേയ്, എന്താ താമസിച്ചു വരുന്നേ? ഇങ്ങനെയാ വരുന്നത്? സമയം എത്രയാന്ന് പറഞ്ഞൂടെ? കുറച്ച് ലേറ്റ് ആയി മുതലാളി. അങ്ങോട്ട് പോയി. വായി നോക്കിക്കാതെ പണിയേടാ. ദിലീപേ, ഞാൻ സ്ഥലം നോക്കാൻ പറഞ്ഞിട്ട് പാർട്ടി വന്നായിരുന്നു. പാർട്ടി വന്നായിരുന്നു. എന്നിട്ട് എന്തായി? ഓ, ആമാരൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടു. അത് വിടും, വേറെ ആള് വരും. കെട്ടി വെക്കണോ? വേണ്ട കെട്ടണ്ട, അവിടെ വെച്ചാൽ ഇവിടെ കെട്ടണം. നിങ്ങളെ പൈസ പൈസ
കണ്ണിനഴകുള്ള പെണ്ണേ നിന്നെ കാണാനിന്നു ഞാൻ വന്നു. എന്തൊരഴകടി മുത്തേ നിന്റെ കള്ളക്കണ്ണിലെ നോട്ടം. കണ്ണിനഴകുള്ള പെണ്ണേ നിന്നെ കാണാനിന്നു ഞാൻ വന്നു. എന്തൊരഴകടി മുത്തേ നിന്റെ കള്ളക്കണ്ണിലെ നോട്ടം. കണ്ണിനഴകുള്ള പെണ്ണേ നിന്നെ കാണാനിന്നു ഞാൻ വന്നു. എന്തൊരഴകടി മുത്തേ നിന്റെ കള്ളക്കണ്ണിലെ നോട്ടം. കണ്ണിനഴകുള്ള പെണ്ണേ. ഓടി ഓടി നീ മറഞ്ഞു, തേടിയോടി ഞാൻ അലഞ്ഞു. ഓടി ഓടി നീ മറഞ്ഞു, തേടിയോടി ഞാൻ അലഞ്ഞു. എവിടെ മറഞ്ഞാലും എവിടെ ഇരുന്നാലും നിന്നെ കണ്ടിടുമെന്നിഴികൾ. നോക്കി നോക്കി ഞാൻ നിൽക്കേ കൂടി വന്നു നിന്നഴക്. കണ്ണിനഴകുള്ള പെണ്ണേ നിന്നെ കാണാനിന്നു ഞാൻ വന്നു. എന്തൊരഴകടി മുത്തേ നിന്നെ കള്ളക്കണ്ണിലെ നോട്ടം. കണ്ണിനഴകുള്ള പെണ്ണേ. കണ്ണിലെ കൺമഷിയും കയ്യിലെ മൈലാഞ്ചി. കണ്ണിലെ കൺമഷിയും കയ്യിലെ മൈലാഞ്ചി. ചുണ്ടിലെ മാമ്പുള്ളി പൊന്ന് എന്തൊരു ചന്താണ്. എന്റെ മനം നിറഞ്ഞല്ലോ. ചന്തമേറും നിന്നുടിയിൽ കൊണ്ടിരിക്കപ്പുകയായി ഞാൻ. കണ്ണിനഴകുള്ള പെണ്ണേ നിന്നെ കാണാനിന്നു ഞാൻ വന്നു. എന്തൊരഴകടി മുത്തേ നിന്റെ കള്ളക്കണ്ണിലെ നോട്ടം. കണ്ണിനഴകുള്ള പെണ്ണേ. എവിടെയാണ്? കുറെ നാളായല്ലോ നിന്നെ കണ്ടിട്ട്. ഞാനിവിടെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. എന്താ കാര്യം? ഞാൻ നമ്മുടെ രാജുവിനെ കുറിച്ച് പറയാൻ വന്നതാ. അവനെ ഞാൻ കഴിഞ്ഞ ദിവസം കാണാൻ പാടില്ലാത്തടുത്ത് വെച്ച് കണ്ടു. നീ അപ്പൊ തന്നെ പോയി അവനെ പിടിക്കായിരുന്നില്ലേ? അല്ല, ഞാൻ ദേ വീഡിയോ എടുത്തിട്ടുണ്ട്. ചേട്ടനൊന്ന് നോക്കി. എന്താ പറയുക, അവൾ തീരെ മോശം സാഹചര്യത്തിൽ വളർന്നൊരു പെൺകുട്ടിയാണ്. അവൾക്ക് സ്വന്തമൊന്നും ബന്ധമൊന്നും പറയാൻ ആരും ഇല്ല കേട്ടാ. ആണോ? മാത്രമല്ല അവളൊരു ക്രിസ്ത്യാനിയാണ്. നമ്മുടെ കുടുംബമായിട്ട് ഒത്തുപോകത്തില്ല. നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് ഇവരെയൊന്നും അടുപ്പിക്കാനേ കൊള്ളത്തില്ല. അവൻ്റെ എല്ലാ നീക്കങ്ങളും ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. കള്ളുകൂടിയും ഉടായ്പും എല്ലാം ഉണ്ട് അവൻ്റെ കയ്യിൽ. അപ്പം നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവനെ. എനിക്ക് 2 പെൺമക്കളാണ്. ഇവനെ കണ്ടല്ലേ അവർ വളരുന്നത്. എനിക്ക് വല്ലതും പറയാൻ പറ്റുമോ? അവൻ്റെ താഴെ ഒരു പയ്യനുണ്ട്, അതും കൂടി അവൻ ആലോചിക്കുന്നില്ലല്ലോ. നീ ഒരു പണിയായി പറഞ്ഞു കേട്ടാ. ഇനിയിപ്പോൾ ആരോ ഒരാൾ ജോലി ദുബായിൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതെ, ജൂഡ്. ആ ജൂഡിനോട് പറഞ്ഞിട്ട് ഇവനെ എത്രയും പെട്ടെന്ന് ദുബായിലേക്ക് കയറ്റി വിടാൻ നോക്ക്. നീ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. മനസ്സിലായ? അപ്പം ഞാനങ്ങോട്ട് നമ്മുടെ തറവാട് വരെ ഒന്ന് പോവാണ്. നീ തറവാട്ടിലേക്ക് അല്ലേ? അങ്ങോട്ട് ഞാൻ വരാം. ചായ വേണ്ടേ? വേണ്ട കേട്ടാ. ശരി എന്നാ. രാജീവേ, ആ, എവിടെ പോന്നു നീ? ഞാൻ പുറത്തോട്ട് പോകുന്ന വെച്ചാ. നീ സുരേഷിനെ കണ്ടോ? ഓ, കണ്ട്. ഞാൻ സുരേഷിനെ വിളിച്ച് പറഞ്ഞിരുന്നു നിന്റെ ജോലിക്കാര്. ആ, അവനെ കണ്ടപ്പോൾ എന്താ പറഞ്ഞ്? തിരക്കാണ്, 2 ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം. നീ അവിടെ ഇവിടെയും തെണ്ടി നടക്കാതെ ആ സുരേഷ് പറയുന്ന ജോലിക്ക് പോ. അല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനാണെങ്കിൽ അത് വിട്ട് നീ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്ക്. വേറൊരു കാര്യം,
ബ്രഹ്മാനന്ദൻ എന്നെ ഇന്നലെ ഇവിടെ വന്ന് കണ്ടിരുന്നു. ആ പെണ്ണിൻ്റെ കാര്യം എന്നോട് പറഞ്ഞു. ഏത് പെണ്ണച്ചാ? ഏത് പെണ്ണാണെന്നൊന്നും നീ എന്നോട് ഇപ്പോൾ ചോദിക്കരുത്. ബ്രഹ്മാനന്ദൻ എല്ലാം എന്നോട് പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രൂഫ് വല്ലതും വേണോ നിനക്ക്? എനിക്കറിയത്തില്ലച്ചാ. ബീച്ചിൽ നീ ആയിട്ട് നടക്കുന്ന ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. ഇല്ലച്ചാ, അത് ഞാനല്ല. നീ എന്നാണ് ഈ നുണ പറയാൻ തുടങ്ങിയത്? അല്ല, സത്യമാണച്ചാ. നീ ഇതുവരെ എന്നോട് നുണ പറഞ്ഞിട്ടില്ല, ഇപ്പൊ നുണ പറയാനും തുടങ്ങിയോ? നിനക്കറിയോ, എൻ്റെ അനിയൻ കുഞ്ഞായിരിക്കുമ്പോൾ നിങ്ങളുടെ അമ്മ മരിച്ചു. ആ സമയത്ത് ഞാൻ മറ്റൊരു വിവാഹം കഴിക്കാതിരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലേ? അത് മറക്കരുത് നീ, മനസ്സിലായോ? ഓ, ഊരും പേരും അറിയാത്ത ഏതൊരു പെണ്ണ്, നിനക്കെന്തിനാ അവള്? പിന്നെ ഒരു കാര്യമുണ്ട്, അവള് മതിയെന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. ഞാൻ നിന്നെ ഉപേക്ഷിക്കും, നീ ആയിട്ടുള്ള ബന്ധവും മറക്കും. നീ ആ പെണ്ണിനെ മറന്നേക്ക്, ഓക്കെ? നിന്റെ താഴെ ഒരു അനിയനുണ്ട്, ആ കാര്യം നീ മനസ്സിൽ വെച്ച് മുന്നോട്ട് പോയിക്കൂ. ഇനി ഇതിൽ സംസാരമില്ല. അപ്പോൾ സുരേഷിനെ പോയി കണ്ടിട്ട് കാര്യങ്ങൾ ശരിയാക്കിയിട്ട് ഉടനെ ജോലി കയറും. ശരി. ഓക്കെ? ആ ശരി, പെട്ടെന്ന് വരണം പോയിട്ട്. ഓ, ഓക്കെ. ആ കൊച്ചേട്ടാ, നിങ്ങളെവിടെ ഉണ്ട്? ഞാൻ വില്ലേജ് ഓഫീസിലുണ്ട്. ഞാനിവിടെ കരടയ്ക്കാൻ വന്നു. എന്താടാ? അവിടേക്ക് ഞാൻ ഇപ്പം അങ്ങോട്ട് വരാം. ഞാൻ പിന്നെ ദിലീപേട്ടൻ്റെ അടുത്തേക്ക് പോവാ. നീ അവിടോട്ട് പോവാ. ഓ, ദിലീപേട്ടനുണ്ടോ അവിടെ? ഞാൻ അങ്ങോട്ട് പോകാൻ പോകുന്നതേ ഉള്ളൂ. ഓ, ഞാൻ ഇപ്പോൾ വരാം. എടാ, ഒരു 10 മിനിറ്റ്. ആ ശരി ചേട്ടാ. കുഴപ്പമൊന്നുമില്ല. ഇല്ല ഇല്ല ഇല്ല, ഒന്നുമില്ല ചേട്ടാ. ഞാൻ നേരിട്ട് വന്നിട്ട് സംസാരിക്കാം. ആ ശരി. ആ, നിങ്ങളവിടെ കണ്ടാൽ മതി. കാണാം. ആ നീ അറിഞ്ഞ വീട്ടിൽ പോയി അച്ഛൻ പോക്കി. നമ്മളന്ന് ബീച്ചിൽ പോയില്ലേ? ഓ, അച്ഛൻ്റെ ഒരു അനിയനുണ്ട്, പുള്ളി വീഡിയോ പിടിച്ചെല്ലാം കാണിച്ചു കൊടുത്തു. നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞ കൊണ്ട് കേട്ടാൽ മതി. അയ്യോ, അവനവനെ കൊണ്ടാവുന്ന ജോലിയുടെ. ഓ, എന്തിന് വെയിറ്റ് ആയിട്ടെ ഇത്? നീ ഇവിടെ കാണാൻ വന്നിരി. പിള്ളേരെ പറ്റിക്കാൻ ഒരു സാധനം ഉണ്ടാക്കി ഇതൊക്കെ എങ്ങനെ ഇടിക്കുന്നത്? അവനെ വിളിച്ചിട്ട് എന്താ പറഞ്ഞ? അവനിന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് നീ എവിടെ ഉണ്ട്, എവിടെ കാണുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കരാട്ടെ സ്കൂളിൽ കാണും. ഇതൊക്കെ എന്തോന്ന് കേട്ടത്? നീ അതൊക്കെ അവിടെ വെയ്യടെ, ചുമ്മാ ആവശ്യമില്ലാതെ വരും. എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളാണ്. എന്ത് പ്രശ്നം? ആ പെണ്ണ് പ്രശ്നമല്ലാതെ അവന് പിന്നെ വേറെ എന്ത് പ്രശ്നം? ഭയങ്കര വിഷമമുണ്ടെന്ന് തോന്നുന്നു അവന്. അതൊക്കെ ശരിയാക്കാം. അവനെന്തായാലും വരില്ല, നമുക്ക് ചോദിക്കാം. ഓക്കെ, എനിക്കത് നല്ല തിരക്കുണ്ട് ഇന്ന്. നീ ആ ദിലീപേട്ടാ. അവിടെ ഇരിയടെ. എന്തുകൊണ്ടേ? എന്താ പറയാൻ, എന്നും ഉള്ളത് തന്നെ ഏട്ടാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഏട്ടാ, ഭയങ്കര വിഷമമാണ്. ആണോടാ? എന്തുവാടെ വിഷമം നിനക്ക്? ഇന്നിപ്പോൾ അവിടെ വേലുള്ള വിഷയം അങ്ങേര് പൊക്കി, പുള്ളിക്ക് ഇഷ്ടമല്ല. അതിന് എനിക്കിപ്പോൾ അവളെ കളയാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾക്കറിയാമല്ലോ, അവളൊരു അനാഥയാണ്. അതുവല്ലം തന്തപ്പടിക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ? അതിന് നീ വിഷമിക്കാതെടാ, ഞങ്ങളില്ലേ കൂടെ. ഞാൻ കുറച്ച് കഴിഞ്ഞ് അണ്ണനെ പോയി കാണാം. ഞാൻ ഈ വിഷയം സംസാരിക്കാം. സംസാരിച്ചതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അച്ഛൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. നീ വിഷമിക്കാതെടാ, നിന്റെ ഏത് കാര്യത്തിനും ഞങ്ങളില്ലേ കൂടെ. രണ്ടായാലും ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട്. അതിന് നിനക്ക് സംശയമൊന്നുമില്ലല്ലോ. എനിക്ക് അവിടെ കാര്യം ഓർക്കുമ്പോഴാണ് വിഷമം. അവൾക്ക് ആരുമില്ല ഏട്ടാ. എന്തായാലും ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നീ ധൈര്യമായിട്ട് പോ. ഞാനിപ്പോൾ ഇറങ്ങടേ. ഓക്കെ, ശരിയെന്നാ. ഇനി അവൻ്റെ കാര്യം കഴിഞ്ഞിട്ട് പോകാൻ നിനക്ക്. ആ സജീവേ, ആ ഇല്ലേ? എന്തേട്ടാ? അച്ഛനെന്തിയ മോനെ? അച്ഛനോടുണ്ട്. എന്തു പറ്റി? ഒന്ന് കാണണമായിരുന്നടാ. അപ്പുറത്തുണ്ടല്ലോ. അവിടെ വന്നോ? നീ നടക്കട പൊട്ട. അച്ഛാ. എന്നോ സലാം. എന്തായാലും സുഖം. സുഖമാണോ? ആന്നണ്ണ. എന്ത് പറയുന്നു? കരാട്ടിയും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങ് നടക്കാണ്. അങ്ങനെ പോന്നണ്ണ. എന്ത് വെച്ചു മോനെ, എന്താ ഇപ്പൊ വന്ന്? ഒന്ന് കാണണമായിരുന്നു.
ഇതാ നിൽക്കല്ലേ, കണ്ടില്ലേ? കാര്യം പറ ദിലീപേ. അണ്ണാ ആ ചെറുക്കൻ്റെ കാര്യം എങ്ങനെയാണ്? ചെറുക്കൻ്റെ എന്ത് കാര്യം? അവ ഒരു പെങ്കൊച്ചിൻ്റെ കാര്യം അണ്ണൻ്റെ അടുക്ക പറഞ്ഞില്ലേ? ആ കാര്യം എൻ്റെ അടുത്ത് സംസാരിക്കരുത്. ഞാൻ ഓൾറെഡി ഇന്ന് രാവിലെ അവൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അല്ല, ആ കുട്ടി ഒരു പാവം കുട്ടിയാണ്. പാവം. എൻ്റെ അനിയൻ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. മാത്രമല്ല വീഡിയോ അടക്കം എന്നെ കൊണ്ടുവന്ന് കാണിച്ചത്. വീഡിയോ ദിലീപിനും കാണണോ വീഡിയോ? എന്തോ അണ്ണാ, അവൻ ഇപ്പം വലിയ വിഷമത്തിലാണ്. അവന് വിഷമം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വീട്ടിലെ എല്ലാ സൗകര്യങ്ങളും ഞാൻ അവന് ചെയ്തു കൊടുത്തിരിക്കുന്നത്. എന്താ നിന്റെ തീരുമാനം? ഞാൻ അച്ഛൻ്റെ കൂടെ ഉള്ളൂ. ആ, അല്ല നിനക്കും അവൻ്റെ കൂടെ പോകണമെങ്കിൽ നീയും പോയിക്കോ. ഇല്ല അച്ഛാ. അതാ ഞാൻ പറയുന്നത്, ഈ വക കാര്യങ്ങൾ കൊണ്ട് ദിലീപ് മേലെ ഈ വീട്ടിലേക്ക് വരരുത്. കേട്ടോ ദിലീപ്? എൻ്റെ ചെതയ്ക്ക് പോലും അവൻ കൊള്ളിവെക്കാൻ ഞാൻ സമ്മതിക്കില്ല. അണ്ണ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും പറ്റും. ദിലീപേട്ടാ, അച്ഛൻ പറയുന്നതാണ് ഈ വീട്ടിലെ അവസാനത്തെ വാക്ക്. അതാണ്. ആയിക്കോട്ടെ. അല്ലാതെ അച്ഛനെ ഉപദേശിക്കാനായിട്ട് നിങ്ങൾ അവന്റെ അനിയൻ പറയുന്നതാണ് ശരി. ഈ കാര്യവും പറഞ്ഞിട്ട് മേല ഇനി എന്റെ അടുത്തേക്ക് വരരുത്, ഈ കോമ്പൗണ്ടിൽ കയറരുത്. അണ്ണ നമ്മളുടെ അല്ലല്ല, എനിക്കറിയാം നിങ്ങൾ അവിടെ ഇപ്പൊ എന്തെല്ലാം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ ഞാൻ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല അണ്ണാ. ഞങ്ങൾ കരാട്ടെ സ്കൂളിൽ വരുന്നുണ്ട്, കാണുന്നുണ്ട്, അത്രേ ഉള്ളൂ. എനിക്കിപ്പോ ഒന്നും സംസാരിക്കാനില്ല. നിങ്ങൾ നടന്നു. വിട്ടോ. ശരി എന്നാ. ശരിയേട്ടാ. നീ പോയി ആ ഗേറ്റ് അടക്കി. ഞാൻ എന്തൊരു മനുഷ്യനാ. കൊച്ചച്ഛൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാനത്തല്ലേ ചേട്ടാ? ഓ അവൻ തന്നെ. ആ ഇതോ ഇരിക്കുന്നു. ഓയ് ഒന്ന് വരാമോ? എന്താണ് രാവിലെ? ചുമ്മാ ഒരു കാര്യം പറയാനാ. എന്ത് കാര്യം? കൊച്ചോനെ പറയടാ. ചേട്ടനത്തോ പന്ന പരിപാടി ചേട്ടാ കാണിച്ചേ. എന്താണ്? ചേട്ടൻ അവൻ്റെ പുറകെ നടന്ന് വീഡിയോ എടുത്ത് നിങ്ങളുടെ ചേട്ടൻ്റെ കൊണ്ടു കൊടുത്തത്. എൻ്റെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ നിങ്ങളാരാണ്? എന്ത് കുടുംബകാര്യം? ഞങ്ങൾ ആരെങ്കിലും ഇടപെട്ടോ? ഈ കാണിക്കുന്ന എൻ്റെ ചേട്ടൻ്റെ മോൻ്റെ കാര്യത്തിലല്ലേ ഞാൻ ഇടപെട്ടത്? നിങ്ങളുടെ കുടുംബകാര്യത്തിലൊന്നും ഞങ്ങൾ ഇടപെട്ടില്ല. അവൻ ഞങ്ങളുടെ സുഹൃത്താണ്. അവൻ എന്തെങ്കിലും സംഭവിച്ചാ ചേട്ടൻ ഒറ്റൊരുത്തൻ കാരണം അവൻ ഈ സാഹചര്യത്തിലായത്. പറഞ്ഞു മനസ്സിലായോ? ഈ വന്ന കാലത്ത് പ്രേമിക്കാത്ത പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ടോ? അപ്പോൾ അത് പിന്നെ വാട്സപ്പിൽ പിടിച്ചിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കലാന്നാ നിങ്ങളെ ജോലി? എടാ, എൻ്റെ കുടുംബത്തിലെ കാര്യം അത് ഞങ്ങൾ തീരുമാനിക്കും. നിനക്കൊക്കെ എന്താണ് അധികാരം? എന്തുവാ? അനാഥ പെണ്ണിനെ പ്രേമിച്ചൂടെ? ക്രിസ്ത്യാനി പെണ്ണിനെ പ്രേമിച്ചൂടെ? ഒരു കാര്യം പറയാം, അവനെന്തിന് സംഭവിച്ചോണ്ടല്ലോ ഞങ്ങൾ പിന്നെ വെറുതെ ഇരിക്കത്തില്ല. നീയൊക്കെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുവാണ്. ഭീഷണിപ്പെടുത്തുമെന്ന് വിചാരിച്ചു. ഭീഷണി തന്നെ. ആ കല്യാണം ഞങ്ങൾ നടത്തും. നമുക്ക് കാണാം. അങ്ങോട്ട് കിടന്നപ്പോ അന്ന പാരാറി. ഇന്ന് തന്നെ അവന്റെ അനിയനെ കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കും. അത് ഞാൻ അപ്പം തന്നെ കണ്ടോളാം. എടാ, നിന്റെ ചേട്ടനൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണെന്ന് നിനക്കറിയാമായിരുന്നല്ലോ. അപ്പോൾ അവരൊന്ന് കറങ്ങാൻ പോയെന്ന് വിചാരിച്ച് ഇവിടെ എന്ത് സംഭവിക്കാൻ പോകുന്നത്? എനിക്കിപ്പോൾ അങ്ങനെയല്ലേ പറ്റുള്ളൂ ചേട്ടാ. സത്യം പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ സംഭവിക്കാനുള്ള ഒരാളുണ്ട്, ഞങ്ങളുടെ അച്ഛൻ. എൻ്റെയും ചേട്ടൻ്റെ ഇടയിൽ അച്ഛൻ എന്നൊരു വ്യക്തിയുണ്ട്. ആ അച്ഛനെ തള്ളിക്കളഞ്ഞ് എനിക്ക് ചേട്ടൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. അത് ചേട്ടനറിയാലോ. എൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത് എനിക്ക് 5 or 6 വയസ്സേ ഉള്ളൂ. അന്ന് മുതൽ എന്നെയും ചേട്ടനെയും അച്ഛൻ എങ്ങനെ വളർത്തിയെന്നുള്ളത് ചേട്ടനും കൂടി അറിയാവുന്ന കാര്യമാണ്. ചേട്ടൻ പോകുന്നൊരവസ്ഥയിൽ എനിക്ക് അച്ഛനെ ഒറ്റപ്പെടുത്താൻ പറ്റില്ല. അത് വേണ്ട. തൽക്കാലം നിങ്ങളൊരു കാര്യം ചെയ്യും. അച്ഛൻ്റെ കാര്യം നീ നോക്ക്. ഇവൻ്റെ പ്രശ്നത്തിൽ ഞാനൊരു പരിഹാരം ഉണ്ടാക്കാം. അപ്പോൾ എന്താ വേണ്ടെന്ന് വെച്ചാൽ അത് ചേട്ടൻ നോക്കിക്കോളണം. എന്നെ അതിൽ ഉൾപ്പെടുത്തുകയേ ചെയ്യരുത്. ശരി. എടാ, നിന്റെ ചേട്ടനാണ് അവൻ. എന്തൊക്കെ വന്നാലും നീ അവനെ കൈവിടരുത്. ഇല്ല ചേട്ടാ, ഒരിക്കലും ഇല്ല. പോയിട്ടോ? ശരി എന്നാ. കൊച്ചോനെ എവിടെ വയ്ക്കുന്നത്? എന്തുവാടേ നിരാശാകാമുകനോ? എഴുന്നേരടെ. ഓ, എന്തോന്ന് നിരാശ? പോയ കാര്യം എന്തായി? അച്ഛനെ അനിയനെയും കണ്ടു. അത് നടക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, അച്ഛനൊരിക്കലും സമ്മതിക്കത്തില്ല. സജീവ് അവനും അതിനകത്ത് തയ്യാറല്ലടേ. എനിക്കറിയാം. നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഇനി ഒന്നും നോക്കാനില്ലടാ. നാളെ രാവിലെ 10 മണിക്ക് നീ അവളെയും കൊണ്ട് രജിസ്റ്റർ വെച്ചേരി കാണും. ഞാൻ വീട് വാടകയ്ക്ക് എടുക്കുന്നതിനുള്ള ഏർപ്പാട് ചെയ്യാം. ഓക്കേടാ. ശരി ചേട്ടാ. അവിടെ ഓക്കേട്ടാ, ഞങ്ങൾ എത്തിക്കോളാം. എല്ലാം ശരിയാവൂടാ. എനിക്കങ്ങനെ തോന്നുന്നില്ല. നീ സമാധാനപ്പെടും. വീട് ഇന്ന് ശരിയാവൂടാ. ഹലോ ചേട്ടാ, ഞാൻ ദിലീപാണ്. നമ്മൾ ആ വീടിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. വാടകയ്ക്കല്ലേ? ഞാനിപ്പോൾ അവിടെ ഇല്ലല്ലോ. നിങ്ങളങ്ങോട്ട് ചെന്നാൽ മതി. ഞാൻ അവിടെ ഒരു പയ്യനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിങ്ങളെപ്പോൾ പോകും? ഇപ്പോൾ പോകും ഞങ്ങൾ. ശരി ചേട്ടാ.
ചേട്ടാ വീടൊക്കെ കണ്ടല്ലോ. കണ്ടു. ആ താക്കോല് തരാൻ പറഞ്ഞു. ആണോ? ആ വീട് നോക്കിയിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടോ? ഓ ഇതാണ് പാർട്ടി. ആരൊക്കെയാ താമസിക്കാൻ വരുന്നത്? ഞാനും പിന്നെ എൻ്റെ വൈഫും മാത്രം. ആയിക്കോട്ടെ. ലക്ഷങ്ങൾ മുടക്കി ഉണ്ടാക്കിയിട്ടേക്കുന്ന വീടാണ്. അപ്പോൾ ഞാൻ എങ്ങനെ വീട് തരുന്നോ അതേമാതിരി ആയിരിക്കണം എനിക്ക് തിരികെ തരാം. തീർച്ചയായും. പിന്നെ റെൻറ്റ് കാര്യങ്ങളെല്ലാം കൃത്യമായിരിക്കണം. ആ അഡ്വാൻസ് വാടക കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ നിബന്ധനകളൊക്കെ ശരിയാണെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് എഗ്രി ചെയ്യാം. ഓ ശരി സാർ, ആയിക്കോട്ടെ. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ. ഓക്കെ. ശരി എന്നാൽ. പറഞ്ഞെല്ലാം കേട്ടല്ല. നീ അവളെ വിളിച്ചിട്ടേ എല്ലാം സെറ്റ് ചെയ്യും. അത് തന്നെ, നീ അത് ചെയ്യാൻ ആ അത് തന്നെ. ദിലീപേ, ഞാനിവിടെ പള്ളിയുടെ തൊട്ട് താഴെ തന്നെ ഉണ്ട്. നിങ്ങളെവിടെയാണ്? ആ ആ സുഖമല്ലേ? സുഖം. ഈ പെരുവഴി എന്ന് പറയേണ്ട കാര്യമല്ല ഇതെന്നറിയാം. ഞാൻ ഇന്നലെ ഇവൻ്റെ അച്ഛനെ കണ്ടിരുന്നു. അവർക്കൊന്നും അതിന് സമ്മതമില്ല. ഇവൻ്റെ അനിയനൊന്നും ഇത് താല്പര്യമില്ല. പിന്നെ ഞങ്ങൾക്ക് ഇവനെ ഉപേക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ചേട്ടനെ വിളിച്ചത്. ഞങ്ങൾ വീടും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തു. നാളെ രജിസ്റ്റർ ചെയ്യാനാണ് പിള്ളേരുടെ തീരുമാനം. എനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം പറയാൻ പറ്റില്ല. അവളുടെ സ്പോൺസർ ഡൽഹിയിലാണ്. അവർ വിളിച്ച് പറയട്ടെ. അവർ പറയുന്ന തീരുമാനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് മുന്നോട്ട് പോകും. പിന്നെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കുകയും ബാക്കി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ദൈവമല്ലേ. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കും. ആ എന്നാ ശരി. ശരി, ഓക്കെ. നീ ഇയാളെ ഒരു കൂടെ എന്തായാലും പുള്ളി വിളിക്കട്ടെ ഇല്ലേ? ഹലോ, രാജീവിൻ്റെ ആൾക്കാർ വന്നിരുന്നു. രാജീവ് എല്ലാം ഉറപ്പിച്ച് തീരുമാനിച്ചതുപോലെയാണ്. ആ അവരെല്ലാം ഉറപ്പിച്ച് തീരുമാനിച്ചെങ്കിൽ പിന്നെ നമ്മളൊന്നും എതിരെ നിന്നിട്ട് കാര്യമില്ലല്ലോ. രാജീവ് നമുക്കറിയാവുന്ന പയ്യനാണല്ലോ. മേഡം കണ്ടിട്ടുമുണ്ട്. മേഡം തന്നെ മുൻകൈ എടുത്ത് ചെയ്തു കൊടുക്കുന്നതാണ് നല്ലത്. നമ്മളായിട്ട് ഇനി എതിരെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ഞാൻ ഒരുപാട് ബിസിയാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വരാൻ സമയമില്ല. ചേട്ടൻ എന്തെന്ന് വെച്ചാൽ തീരുമാനിച്ച് നിങ്ങൾ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്. എന്നാ ഞാൻ ഇപ്പൊ തന്നെ അവരെ വിളിച്ച് സംസാരിക്കട്ടെ? ശരി ഏട്ടാ, നിങ്ങൾ ഇന്ന് തന്നെ വിളിക്കേ. ശരി. ആടാ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഇവിടെ കുറച്ച് ടൈറ്റാ കേട്ടോ. ഇവിടെ വേറെ എനിക്ക് കിട്ടാൻ വകുപ്പില്ല, അതുകൊണ്ടാണ്. എങ്ങനെ സെറ്റ്? ആ ശരി ശരി, ഞാൻ പിന്നെ വിളിക്കണം. കഴിഞ്ഞോ? ആ നീ പോയ കാര്യം എന്തായി? ആ ക്ലിയറായി. ക്ലിയർ കാശും എടുത്തു, അത് കഴിഞ്ഞു. പിന്നെ അച്ഛൻ സമ്മതിക്കും തോന്നില്ല. എന്നെപ്പോലെ ഒരു കുട്ടിയെ കിട്ടാൻ ആര് സമ്മതിക്കും? അതിന് ചേട്ടനൊന്ന് ആലോചിച്ച് നോക്കിയേ, എനിക്ക് ആരാ ഉള്ളത്? ഞാനില്ലേ? അങ്ങനെയല്ല, അച്ഛൻ പറയുന്നത് അനുസരിക്കേ. അവരെ ഒന്ന് വെറുപ്പിച്ചിട്ട് നമുക്കൊരു ജീവിതം വേണ്ട. ഒടുവിൽ നിങ്ങൾക്ക് ആരും ഇല്ലാതായിപ്പോവും. അപ്പോൾ നിന്നെ മറക്കണമെന്നാണോ നീ പറയുന്നത്? നടക്കില്ല. ഞാൻ ജീവിച്ചിരിക്കണമെങ്കിൽ നീ കൂടെ വേണം. അല്ല ഞാൻ മരിക്കണം. നീ തീരുമാനിക്കുക. പ്രണയതീരത്തു വന്നു ഞാൻ, മണത്തരികളിലെൻ പാദം ഇടവിടാതെ നടന്നു. എന്തിനാണ് എപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫോൺ യൂസ് ചെയ്യുന്നത്? നിനക്ക് എന്റെ ജോലിയുടെ കാര്യം അറിയാമെന്നല്ലേ? എന്ത് ജോലി? ഒരു നിമിഷം വണ്ടി നിർത്തി സംസാരിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്?
ഒന്നാമത് ജോലി മതിലരിക്കാൻ തേങ്ങ പോലെയാണ്. എന്തേലും പറ്റുമ്പോഴേ മനസ്സിലാവും. നീ ഇത് പറയാനാണ് വെറുതെ ഇങ്ങോട്ട് വന്നത്? പ്രണയതീരത്തു വന്നു ഞാൻ, മണത്തരികളിലെൻ പാദം ഇടവിടാതെ നടന്നു, ഒരു വാക്കുപോലും ചൊല്ലാതെ. ഹലോ ആൻറ്റി. ആ മോളെ, 2-3 ദിവസമായല്ലോ വിളിച്ചിട്ട്. എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? ആൻറ്റി ഒരു വിശേഷമുണ്ട്. എന്താ മോളെ വിശേഷം? പറ. ആൻറ്റി ഞാൻ പ്രഗ്നൻ്റ് ആണ്. അത് ശരി. നിൻ മനസ്സിൻ ശ്രീകോവിലിൽ ഒരു മയിൽ പീലിയായി ജനിച്ച, നിൻ മനസ്സിൻ ശ്രീകോവിലിൽ ഒരു മയിൽ പീലിയായി ജനിച്ച, മങ്ങാത്ത മോഹവുമായി ഞാൻ കാതങ്ങൾ കാത്തിരുന്നേനേ, മഷിത്തണ്ടിൽ പ്രണയ കാവ്യമെഴുതി കവി ഹൃദയവാക്യം, ഒരു മൊഴി പല മൊഴി ചൊല്ല. പ്രണയതീരത്തു വന്നു ഞാൻ, മണത്തരികളിലെൻ പാദം ഇടവിടാതെ നടന്നു, ഒരു വാക്ക് പോലും ചൊല്ലാതെ പ്രണയമഴയായി പെയ്തിറങ്ങി, ആ മഴച്ചാറിൽ കുളിരായി നീ, ഒരു മൊഴി പല മൊഴി ചൊല്ല. പ്രണയതീരത്തു വന്നു ഞാൻ, മണത്തരികളിലെൻ പാദം ഇടവിടാതെ നടന്നു, ഇതിലോട്ട് പോയി. ആ എത്രയാടെ? 110. നീ എന്തല്ലോ വന്ന്? സൈക്കിൾ എവിടെ? അവിടെ. നിന്റെ അച്ഛൻ പറഞ്ഞല്ലോ നീ സൈക്കിൾ ഓടിക്കുന്ന ഭയങ്കര സ്പീഡാണെന്ന്. സ്പീഡ് കുറയ്ക്കണം കേട്ടാ. ദേവനെ അപ്പുറത്താക്കി കൊടു. ശരി അണ്ണ. പതുക്കെ പോണം കേട്ടാ. വീട്ടിൽ എത്തിയ ഉടനെ വിളിക്കണേ. ഓ വിളിക്കാം. अभी पाते पो. ഓ ശരിയാമോ. ഹലോ സാർ. രാജീവ് എവിടെ? രാജീവേ സാറേ ഞാൻ വീട്ടിലാണ്. ഞാൻ ഇന്ന് കുറച്ച് ലേറ്റാകും സാർ. അതൊന്നും വിളിച്ച് പറയാതെ ഇവിടെ എന്തൊക്കെ ജോലികളുണ്ട് രാജീവേ? ഇന്ന് ചെയ്യാം സാർ. ഞാൻ ഇന്ന് വൈഫിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വരെ പോകണം. ഇന്ന് ഫസ്റ്റ് സ്കാനാണ് സാർ. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി രാജീവ്. ഇപ്പൊ ഓഫീസിൽ ആ ചെക്ക് ക്രെഡിറ്റ് ചെയ്യണ്ടേ? ഞാൻ ആ ടെൻഷൻ കാരണം വിട്ടുപോയാ സാറേ. ഇതെന്തോന്നടി, ഒന്ന് വേഗം ഇറങ്ങ്. ഹോസ്പിറ്റലിലോട്ടല്ലേ പോകണ്ടേ? ഇതിന് മാത്രം ഒരുങ്ങേണ്ട ആവശ്യമുണ്ടോ? ഓഫീസിൽ നിന്ന് വിളി തുടങ്ങി. എന്തിനാ രാവിലെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? സമയമൊന്നും ആയില്ലല്ലോ. നിനക്ക് ഇച്ചിരി ഒരുക്കം കൂടുതലാണ്. ഹോസ്പിറ്റലല്ലേ പോകുന്നത്? ഞാൻ റെഡി, പോവാം. വാ ഇങ്ങോട്ട്. ഫയലെടുത്തോ? അയ്യോ സോറി. പോയെടു. ആ വിവേകേ, നീ ആ അക്കൗണ്ട്സിലുള്ള രമ്യ പോയി കണ്ടാൽ മതി.
ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ രമ്യ നീ ഒരു കാര്യം ചെയ്യും, അവിടെ ചെന്നിട്ട് തന്നെ വിളിച്ചാൽ മതി, ഞാൻ സംസാരിച്ചോളാം. അത് തന്നെ. രമ്യ ഇപ്പം ഇങ്ങനെ പറയുന്നത്? രമ്യക്ക് അറിയാവുന്ന കാര്യമല്ലേ? 1,70,000 തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1,50,000 വന്നുള്ളൂ. സാറിനെയും വിളിച്ചിട്ട് പറയാനൊന്നുമില്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്ക് രമ്യ, പ്ലീസ്. വിവേക, ഞാൻ പറഞ്ഞ നീ അങ്ങോട്ട് കേട്ടാ മതി. 10 മിനിറ്റ്. അവേ ഡേ അവേ ഡേ എണീ എണീക്ക്. മരണം സൃഷ്ടാവായ ദൈവത്തിന്റെ പദ്ധതിയാകുന്നു. മനുഷ്യന്റെ മരണം ക്രിസ്തുവിനാൽ രൂപീകരിച്ചിരിക്കുന്നു എന്ന സത്യം നാം തിരിച്ചറിയണം. ദൈവപുത്രനായ യേശു തന്നെയും മാനുഷികാവസ്ഥയുടെ ഭാഗമായ മരണം സഹിച്ചു. അവിടുന്ന് മരണത്തെ നേരിട്ടപ്പോൾ കഠിനവേദന അനുഭവിച്ചെങ്കിലും തന്റെ പിതാവിന്റെ ഹിതത്തോടും പൂർണ്ണവും സ്വാതന്ത്ര്യവും വിധേയത്വം സ്വീകരിച്ചുകൊണ്ട് അവിടുന്ന് സ്വീകരിച്ചു. ഏകസത്യമായി അവിടത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ഭവനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുരിശു മരണത്തിന്റെ ആനന്ദ യോഗ്യതയിൽ പാപികളായ ഞങ്ങളുടെ ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ. ആമേൻ. കനലാൻ
ഞാൻ അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞില്ലായിരുന്നു, തരത്തുണ്ടായിരുന്നില്ല. ദിലീപേട്ടൻ വിളിച്ച് പറഞ്ഞപ്പോഴാ എല്ലാ കാര്യം അറിയണം. ജോലിക്ക് പോയില്ല? ഇല്ല, പോയില്ല. അച്ഛൻ സുഖമായിട്ടിരിക്കുന്നോടാ? സുഖമായിട്ട്. നിനക്ക് സുഖമാണോ? സുഖം. സുഖം. നീ വല്ലതും കഴിച്ചാ? നിന്നെങ്ങനെ വെള്ളം തരാൻ പോലും ആരുമില്ല. നമുക്ക് വീട്ടിൽ പോവാം. നിനക്കറിയാലോ എന്നെ അച്ഛനോടെ കയറ്റില്ല. നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി എനിക്കും പറ്റില്ല. ഞാൻ സംസാരിക്കാം, അച്ഛനോട് ഞാൻ സംസാരിക്കാം. അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയാതല്ലേ? അവളെ ഒന്ന് കാണാൻ പോലും വന്നില്ലടാ അച്ഛൻ. അച്ഛൻ്റെ സ്വഭാവം നിനക്ക് അറിയില്ല. എൻ്റെ കുഞ്ഞിന് 2 മാസമായിരുന്നു. നീ ഇവിടെ ഉണ്ടാക്കുന്നൊന്നും കഴിക്കുന്നില്ല. അച്ഛാ, ഞാൻ ചേട്ടൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഈ കാര്യം നീ എന്നോട് സംസാരിക്കരുത്. ഞാൻ അതിനൊരിക്കലും സമ്മതം തരില്ല. ചേട്ടന് തെറ്റ് പറ്റി അച്ഛാ. ആണല്ലോ. ഇനി ഒറ്റയ്ക്കിരുന്ന് എന്തെങ്കിലും കയ്യബദ്ധം ചെയ്താ നമ്മുടെ ചോരയല്ല അച്ഛാ. ഇനി അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് ഞാൻ ഒരിക്കലും അംഗീകരിക്കാൻ പോകില്ല.
ഹായ്. Alcoholic consumption and smoking is injurious to health. മദ്യപാനവും പുകവലിയും ആരോഗ്യത്തിന് ഹാനികരം.
എന്തുവാടേ നിന്റെ പ്രശ്നം? എനിക്കിവിടെ കിടക്കാൻ പറ്റുന്നില്ല. എന്തു പറ്റി? ഞങ്ങളെന്നാ വണ്ടി തട്ടിയ ആ പയ്യനുണ്ടല്ലോ, ആ ചെറുക്കൻ്റെ ഓർമ്മയാണ്. ഇതൊക്കെ എവിടെയെങ്കിലും സംഭവിക്കാത്ത കാര്യങ്ങളാണോ? റോഡാകുമ്പോൾ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ നടക്കൂലേ? അത് ശരിയാണ്. പിന്നെ പക്ഷെ എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. രാത്രിയായി വീട്ടിൽ കറണ്ടും ഇല്ല. ഇതൊക്കെ നിന്റെ വെറും തോന്നലാടാ. പിന്നെ അല്ലാതെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ. മിനിയാന്ന് വിളിച്ച് സംസാരിച്ച പോരെന്തൊക്കെയാണ് നീ? അവൻ ഇത് തന്നെ പരിപാടി. ഇല്ലാത്ത പൈസ മുടക്കിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വന്നിരിക്കുന്നത്. ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ വീട് പറ്റത്തില്ല. നിനക്കിനി മാസാമാസം വീടെടുക്കാൻ നടക്കുവാ ഞങ്ങള്. ഒന്നാമത് ഈ വീട്ടിൽ നിന്ന് ഇവൻ വെളിയിറങ്ങത്തില്ല. ഇവൻ ഈ മുറിക്കകത്ത് അടച്ചൊറ്റ ഇരിപ്പാ. ഇതാ ഇവന്റെ പ്രശ്നം. നീ ഒന്ന് വെളിയിലിറങ്ങടേ. നിങ്ങൾ പറയുന്ന പോലല്ല, ഈ വീട്ടിൽ മൊത്തം പ്രശ്നങ്ങളാണ്. നിന്റെ തന്തപ്പടിയിൽ അങ്ങോട്ട് പോകാൻ പോണ? നിനക്ക് വേണ്ടി മാത്രം ഇവൻ വന്നത്, അറിയാവോ? ഞാൻ ഒരു കാര്യം ചെയ്യാം. ആ വിസയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതെ. അപ്പോൾ ഇവന്റെ പാസ്പോർട്ടിന്റെ കോപ്പി വാങ്ങിച്ചിട്ട് അത് നീ റെഡിയാക്കി. ഞാൻ അവിടെ എത്തിയിട്ട് ഇവൻ അങ്ങോട്ട് വരണം. നല്ലൊരു തീരുമാനമാണ് അത്. നിനക്കൊരു മാറ്റം വേണം. നീ പോകാൻ നോക്ക്. അപ്പം അത് സെറ്റായി. നീ ഒരു കാര്യം ചെയ്യ് കൊച്ചേട്ടാ, സാധനം എടുക്കും, 2 അടിക്കുക. അപ്പം ആ മൂടൊന്ന് മാറും. അത് ഇന്ന് നമുക്ക് എൻജോയ് ചെയ്യാം. അത് തന്നെ. നീ അത് ആ കാര്യങ്ങളൊക്കെ വിട്. ചുമ്മാ വിട്. ഭൂതമുണ്ടോ പ്രേതമുണ്ടോ? വിട്. കഴിഞ്ഞെല്ലാം ഞങ്ങളിവിടെ കാണും. ഞങ്ങളിന്ന് പോകുന്നില്ല. തീർന്നല്ല പ്രശ്നം. കുടിച്ച് പെടുത്തിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. കിടക്കോ കുടിക്കോ എന്തായാലും ചെയ്യും. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. അടിയടേ ശരിയാവില്ല. വേണ്ട. എടേ വെള്ളം ചേർക്കാതെ അടിക്കാതെ കൂമ്പ് വാടി പോകിലൂടെ. നല്ല സാധനമൊക്കെ ഡ്രൈ വേണം അടിക്കാൻ. ഡ്രൈ. ഓക്കെ. ഫ്രൈ. ഇത് കഴിയാറായില്ലേ ഇതുവരെയായിട്ടും? തന്നെ തക്കാളി ഇതിപ്പോ എവിടെ വാങ്ങിക്കുമ്പോ അതൊക്കെ നീ അറിഞ്ഞാ നോക്കടാ. ചരക്ക് വിളിക്കാറുണ്ടോ? ഇപ്പൊ പതിയെ പറയടാ, അപ്പുറത്ത് ആളുണ്ടടാ. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ബോധമില്ലാത്ത കുറെ ചുമ്മാ സംസാരിക്കരുത്. ഞാൻ പറഞ്ഞതാ സൗണ്ട് വെക്കരുത്. സൗണ്ട് വെച്ചാ ഇപ്പൊ നമ്മള് നിന്റെ കൂടെ ഞങ്ങളുണ്ട്. ഞങ്ങളുടെ ചങ്ക്. നീ ഫിറ്റാ? മതി. ഇന്ന് ഇത്ര മതി. വേണ്ട, ഇന്ന് മൊത്തം അടിച്ചു. എന്റെ ചങ്ക്, നമ്മുടെ ചങ്ക് അവൻ കൊണ്ടുവന്നത്. നീ ഒന്ന് പതിയെ നോക്കടാ. ഇത് സായിപ്പാടാ, സായിപ്പ്. നീ കണ്ടിട്ടുണ്ടോടാ സായിപ്പ്?
എങ്ങോട്ട് പോകണം? ഞാൻ എഴുതി ഞാൻ തന്നെ സംവിധാനിച്ച 3 പാട്ടുണ്ട്. നീ അവിടെ പോയി പാടി പാടരുത്. നീ പറഞ്ഞ് മനസ്സിലാക്കൂടാ. നമ്മളെ വീട്ടിലല്ലാതെ എവിടെ ഫുഡ് ഉണ്ട്, അണ്ണാക്കിലേക്ക് ഇറങ്ങാൻ ഫുഡ് ഉണ്ട്. ഒരു മീൻ മാസം നീ അവിടെ പോയിരുന്നേ. ഫുഡും തേങ്ങയൊക്കെ പോയി. നാടൻ ചിക്കൻ വേണം. മതി മതി, ഇന്ന് ഇത്ര മതി. വാ, നീ നടക്കുന്നു, നീ അങ്ങോട്ട് പോ. അത് നടക്കൂല. വാ ചേട്ടാ, അവനെ വിളിച്ചോ, അങ്ങോട്ട് വാ. ചിക്കൻ നിങ്ങൾ അവനെ പിടി, അവനെ വിളിച്ചല്ലോ, കിടക്കാൻ വാ. അളിയാ സമയം എത്രയെന്ന് അറിയാം. എഴുന്നേറ്റ് വാ. ഇങ്ങ്. പാട്ട് 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 ഒരു പാട്ടും ഇല്ല, ഉറങ്ങാൻ പാ. എഴുന്നേറ്റ് വാ. എന്നാ ഇവന് നീ സാധനം കൊടുക്കില്ല കേട്ടോ. എന്നിട്ട് വാ, നീ അങ്ങോട്ട് നടക്കണം. പറഞ്ഞ സാധനം കൊടുക്കരുത്. ഓടിയടാ നീ. നീ പറഞ്ഞ കൂടി പോയേ അങ്ങനെ പറയാ. അതല്ല വന്ന് അകത്തിറക്കടാ. മോളെ ഇവനൊക്കെ എന്തോന്ന് കാണിക്കുന്നു. ആ എന്താ സാറേ രാവിലെ? എന്തുവാടേ ഇവിടെ? ഇല്ല സാർ, വാ അകത്തിരുന്ന് സംസാരിക്കാം. അകത്തിരിക്കാം. അകത്തൊന്നുമല്ല, ഇങ്ങോട്ട് വാ. എന്താ സാറേ? 2 പേർക്കെന്ന് പറഞ്ഞല്ലേ വീട് എടുത്തത്? ഇന്നലെ കൂട്ടുകാർ വന്നാ സാർ. കൂട്ടുകാർക്ക് താമസിക്കാനല്ലല്ലോ ഞാൻ വീട് തന്നത്. ഒന്നുമില്ലടാ. ആരാടേ ഇവനൊക്കെ? സാറേ എന്റെ ഞാൻ കൂട്ടുകാരാ. വീട് തന്നപ്പോ എന്തോ പറഞ്ഞു? അപ്പുറം ഇപ്പുറം ഒക്കെ ഇവിടെ ആൾക്കാരുണ്ട്, ഇവിടെ വന്ന് വെള്ളം വെക്കില്ലെന്ന് ഞാൻ പറഞ്ഞോ? പിന്നെ ഇയാളാര്? ഞാൻ മനുഷ്യൻ. മനുഷ്യനോ? ഞാൻ വീട് കൊടുത്ത ആളുമായിട്ടാ സംസാരിക്കുന്നത്. ഇയാളാരാ? എഴുതി കൊടുത്താ ഇയാൾക്ക് എന്നോട് സംസാരിക്കേണ്ട കാര്യം എഴുതി കൊടുത്താ എഴുതി കൊടുക്കേ ഇല്ലാതിരിക്കുക ചെയ്തിട്ട് ഇയാൾക്ക് എന്നോട് സംസാരിക്കേണ്ട കാര്യം എന്തോ? എന്താ കാര്യം? ഇയാളാരാ? എന്നെ കണ്ടിട്ടില്ലേ നീ ആരടാ? മര്യാദക്ക് സംസാരിക്കും. എങ്ങനെ മര്യാദക്ക് ഞാൻ സംസാരിക്കും. ആരാണെന്ന് അറിയാമോ തനിക്ക്? നീ മാറി നിൽക്കടാ ഓപ്പേ. ഇപ്പുറം ആൾക്കാരുണ്ട്, ഇവിടെ വെള്ളം വെക്കരുത്. 2 പേരെ താമസിക്കാനുള്ളൂ എന്ന് പറഞ്ഞല്ലേ വീട് എടുത്തത്? ശരി തന്നെ, ശരി തന്നെ. കാണിക്കാ ഇവിടെ. പ്രശ്നം ഉണ്ടാക്കല്ലേ. ഞാൻ ദുബായിൽ അകത്ത് കയറി പോടാ. ഞാൻ പറഞ്ഞു കേൾക്കില്ല. അവനെ വിളിച്ചോണ്ട് വാ. ഷെയ്ഖിന്റെ അടുത്ത ആളാണ്. നീ ആരുടെ ആളാ? ചേട്ടാ ചേട്ടാ ഒരു ചുക്കും ചെയ്തു. അത് നമുക്ക് വീട് തന്നിട്ടുണ്ടെങ്കിൽ ഇറക്കാനും എനിക്കറിയാം. പോയട്ടെ, ഇവിടെ എന്തോ ചെയ്യുന്നു? ഇത് വെള്ളം മാത്രമല്ല നിന്റെ മക്കളും മരം എല്ലാം ഇറക്കും. എന്തോ ചെയ്യുന്നു? കാണിക്കാൻ നിന്നെ നീ കയറിപ്പോ. പിന്നെ പറയാനോ? നാളെ കൊണ്ടുപോടാ. വീട് കത്തിക്കണ്ടേ നിനക്ക്? വാങ്ങിച്ചു കൊറ അവന്. പറ്റിപ്പോയി സാറേ, എന്റെ കൂട്ടുകാരായിരുന്നു. ഇന്നലെ എന്നെ കാണാൻ വന്ന. നീ ഒന്ന് കേറി പോടാ അങ്ങോട്ട്. ചെയ്യാൻ പോകുന്നതുകൊണ്ടാണ് നിനക്ക് നേരെ വിളിക്കുമ്പോ കള്ളം കുടിച്ച് നടക്കുന്ന ആൾക്കാരാണ്. ഗൾഫിൽ നിന്ന് വന്നത്. ഒന്നും മിണ്ടായിരടാ. അവനല്ലേ ഈ പ്രശ്നം അത്ര ഉണ്ടാക്കിയത്? ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടല്ലേ വീട് തന്നത്. ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു? ശരിയാണ്, പക്ഷേ ഇന്നിറങ്ങാൻ പറഞ്ഞ എങ്ങനെയാണ് സാർ? ഇന്നിറങ്ങാൻ പറഞ്ഞത് ഇത് ആയതുകൊണ്ടല്ലേ പറഞ്ഞത്. അവർക്ക് വേണ്ടി ഞാൻ മാപ്പി വയ്ക്കും സാർ. മാപ്പിലൊന്നും കാര്യമൊന്നുമില്ല, ഇത്രയും പറഞ്ഞു വെച്ചു. ഇല്ല സാർ, സാറേ ഒരാഴ്ച കൊണ്ട് നീട്ടി തന്നെ. ഞാൻ ഒന്നുകൂടി ആലോചിക്കട്ടെ. ശരി സാർ. ആ ഇവിടുന്ന് ഇറങ്ങി ഉടനെ ബീവറേജ് അതാണ് അത്യാവശ്യം. നീ ഫോൺ എടുത്തോ? അകത്ത് കാണോ? അകത്ത് വന്ന് നോക്കാം. എടുത്തോടാ. എന്തുവാടേ ഇത്? ഇന്നലത്തെ കെട്ടി വിട്ടിട്ടില്ല. അവൻ എപ്പോഴും ഇത് രാവിലെ അടിച്ച് പിറ്റ. പിന്നെ ഒന്നുകൂടെ പോകണം അവൻ്റെ അച്ഛൻ്റെ അടുത്ത്. ഒന്നുകൂടെ പോയി സംസാരിക്കണം. ആകെപ്പാടെ ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടോ? എല്ലാം എടുത്തു. ശരി. വരുവാടാ, നീ പോ. ഒന്ന് സമാധാനപ്പെട്ട് വിറജി തന്നെ. ഞാനറിയാതെ കുച്ചു കുച്ചു പോട്ടെടാ. നീ വിഷമിക്കണ്ട, ഞാൻ അച്ഛനൊന്നുകൂടെ കാണാം. ഓക്കെ, നമ്മളുണ്ടാ കൂടെ. ഒന്ന് സമാധാനപ്പെടേ. ഓക്കെ, നിന്റെ പോക്കറ്റ് നോക്കടേ. ശരിടാ. ആ ചേട്ടാ, ഞങ്ങളിവിടെ എത്തിയേ. അവിടെ ഉണ്ട്.
ആ ഓക്കെ ഓക്കെ. എടേ മറ്റൊന്ന് പോണ്ടല്ലോ കളിപ്പാവോ? ഇവന്മാരാണ്, ഞാൻ പോകുന്നു. എടുക്കുന്നില്ല. നീ നിക്ക്. നമസ്കാരമുണ്ട്. എന്താ വെച്ചോനെ? അല്ല അണ്ണാ ഞങ്ങള് എന്തുകൊണ്ട്? എന്താ വന്നേ? അണ്ണാ രാജീവിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ആ പെണ്ണ് പോയല്ലേ? പോയണ്ണ. നന്നായി. സ്വന്തം അച്ഛനോട് കാണിച്ചതിൻ്റെയാണ് അവനിപ്പോ അനുഭവിക്കുന്നത്. അണ്ണാ അങ്ങനെ പറയരുതണ്ണ. അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമായിട്ടാ. അവന്റെ അവസ്ഥ എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്കൊരു തന്തയുള്ളൂ, ഒരു വാക്കേ ഉള്ളൂ. നിങ്ങളുടെ ചോരയല്ലേ അണ്ണ? നിങ്ങളൊന്നും പറയേണ്ടത് ലീവ്, എനിക്ക് കേൾക്കാനും താല്പര്യമില്ല. നിങ്ങൾ ചെല്ല്. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾ പോയ പറഞ്ഞു വിടുവരെ നടക്കുകങ്ങായി. ചേട്ടാ വേണ്ട സംസാരിച്ചു. ഒന്ന് പോയി തന്നാ മതി. അയ്യോ ചേട്ടനൊന്ന് പറയട്ടെ. നീക്ക് പറഞ്ഞിടത്തോളം മതി. വിട്ടോ. ദിലീപ് ഇതിൻ്റെ ഓണറിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ അനിയനെ കണ്ട് വീടിൻ്റെ കാര്യം എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നീ നാളെ തന്നെ പുളിയറ കോണത്തെ വീട്ടിലേക്ക് പോകണം. അതൊന്നും ശരിയാത്തില്ല ഏട്ടാ. എടാ നീ വേറൊന്നും ചിന്തിക്കണ്ട. ഇപ്പം നിനക്ക് കയറി കിടക്കാൻ ഒരു വീട് ആവശ്യം. നീ അല്ലാതെ വഴിയിൽ ഇങ്ങനെ അരഞ്ഞിരിഞ്ഞ് നടക്കുമോ? നീ ഇതിനു വേണ്ടി റെഡിയാകും. നാളെ രാവിലെ അവിടെ ചെന്ന് പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. ശരിയാ. അവിടെ ചെന്ന് എല്ലാം റെഡിയാക്കുമ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങെത്തും. മനസ്സിലായോ? ഓ ഓക്കെ. നീ ധൈര്യമായിട്ടിരിക്കുക. ശരി. ഓക്കെ. അവിടുത്തെ പണി എന്താ? ആ ദിലീപേട്ടാ അവൻ ബഹളം വെച്ച ഉപകാരമായില്ലേ? എന്താ പറയാനാ? പിന്നെ രാവിലെ പുളിയറ കോണത്തെത്തണം. ഓ നിന്റെ അനിയൻ എല്ലാം ഏറ്റിട്ടുണ്ട്. ഓക്കെ ശരി. അപ്പൊ ഞാനങ്ങ് എത്താം. ഓക്കെ. ഓക്കെ. ഇവിടെ മൊത്തം കാടാന്നല്ലേ? ആ കുറച്ച് പഴയതല്ലേ, എല്ലാം നമ്മൾ വേണമെന്ന് ശരിയാക്കി എടുക്കാൻ. എല്ലാം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് റെഡിയാക്കാടാ. ചേട്ടാ നമ്മുടെ ഈ കിണറിന് വൃത്തിയാക്കണേ. ഓ അതൊക്കെ റെഡിയാക്കിക്കോളാം. പിന്നെ ആളെ ശരിയാക്കിയിട്ടുണ്ട്, അവർ വരുമ്പോൾ നോക്കിക്കോളാം. ശരിയടാ. ചേട്ടാ ഞാനിതിനകത്തുള്ള കുറച്ച് സാധനങ്ങൾ കച്ചവടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാശ് കിട്ടിയിട്ടുണ്ട്. ഞാനിതിപ്പോൾ ചേട്ടന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ അവൻ മേടിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ചേട്ടൻ്റെ ഗൂഗിൾ പേ നമ്പർ തരുമോ?
ഞാൻ അതിലേക്ക് ചെയ്തു തരാം. നീ വിഷമിക്കണ്ടടാ. നാളെ രാവിലെ മറ്റോ അവന്മാർ വൃത്തിയാക്കാൻ വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പണി തുടങ്ങിയാൽ മതിയേ. ശരിയടാ. ഇനി എത്ര കൂടിയാലും 1 രൂപ പോലും അവൻ്റെ നിന്ന് വാങ്ങരുത്. എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. അവൻ്റെ അവസ്ഥയെല്ലാം ചേട്ടൻ അറിയാലോ. ആ ദിലീപേ, സുഖമാണോ? ആണ്. എന്തുകൊണ്ട് വിശേഷം? എന്ത് വിശേഷം ദിലീപേ? ഇങ്ങനെ നമ്മളെ പറഞ്ഞ കാര്യം എടുത്തു വെച്ചാ? ആ, പറഞ്ഞ കാര്യമൊക്കെ എടുത്തു വെച്ചേക്കുന്നു. എന്താവശ്യത്തിന്? ഇവന്റെ വീട്ടിൽ പണി കിടക്കുന്നു. റെഡ് ഓഫ് ഷർട്ട് അടിക്കാനുണ്ട്. എത്ര കിലോ പേപ്പർ ആണോ? എത്ര കിലോ വേണോടെ? നമുക്കൊരു 20 കിലോ വേണ്ടേ? അതിന്റെ ആവശ്യമുണ്ടോ? അത്രയും വേണ്ടല്ലേ? വേണ്ടേ? വേണ്ടടേ. എന്നാലും എത്ര വേണ്ടി വരാണോ രൂപത്തിൽ? ഒരു 10 കിലോ മതിയല്ലോ. ഓ ശരി, അത് മതി. അത്രയും മതി. ഡേയ്, ഒരു 10 കിലോ പേപ്പർ എടു. 10 കിലോ. ഡേയ്, എന്താ താമസിച്ച് വരുന്നേ? ഇങ്ങനെയാ വരുന്നത്? സമയം എത്രയാന്ന് പറഞ്ഞു? കുറച്ച് ലേറ്റ് ആയി മുതലാളി. ആ, അങ്ങോട്ട് പോയി. ദിലീപേ, ഞാൻ സ്ഥലം നോക്കാൻ പറഞ്ഞിട്ട് പാർട്ടി വന്നായിരുന്നു. ആ, പാർട്ടി വന്നായിരുന്നു. ആ, എന്നിട്ട് എന്തായി? കെട്ടി വെക്കണം. വേണ്ട, കെട്ടണ്ട. അവിടെ വെച്ചാൽ ഇവിടെ കെട്ടല്ലേ? ഞാൻ മടി വെച്ചോ. അവിടെ വേണേ. കുഴപ്പമില്ല. നിങ്ങളെ പൈസ പിടി. ആ, പൈസ ഒന്നും വേണ്ട. പേപ്പർ വെറുതെ ഇട്ടു. വേണ്ടടേ, വേണ്ടടേ. ഓരോ വീണ്ടും വരുന്നില്ല. ആ, തുടങ്ങിയോ? ഹലോ. ആ, ഞങ്ങൾ ഇറങ്ങി. ആ, ഇപ്പം അങ്ങെത്തും. ഞാൻ ദിലീപേട്ടൻ. എത്ര പറഞ്ഞാലും കേൾക്കൂല. ഫോണിൽ എപ്പോഴും ഗുണം പറഞ്ഞു. ഓക്കെ. ഓടിക്കുമ്പോഴെങ്കിലും നീ ഒന്ന് നിർത്തി വേടേ. വീട്ടിയാലും പഠിക്കത്തില്ല ഇവനൊന്നും. ചേട്ടാ, ആകെ ഒന്നാമത് ഭയങ്കര സീനാണ്. വീട്ടിലാണെങ്കിൽ എന്നും പ്രശ്നമാണ്. ഒരു പൈസ കയ്യിലില്ല. ഇവന്മാരെ പോലുള്ളവന്മാരെ കൊണ്ടുവന്ന നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കൂല. ഇതുപോലുള്ള ഒരു കാര്യം എന്നെ വിളിച്ചോണ്ട് വരാം. വീട്ടിലാണെങ്കിൽ ഒന്നും വാങ്ങിച്ചു കൊടുക്കാനുള്ള നിവർത്തിയില്ല. ഒരു വല്ലാത്ത അവസ്ഥയാ. ആദരാഞ്ജലികൾ. ഇതെന്താ? ഇത് മറ്റേ ആളല്ലേ? അതെ, അനി. ഇതാരളിയാ? സുരേഷ്. ഇത് മറ്റവന്റെ കൂടെ ഉള്ളല്ലേ? ഇത് ജോസ് അല്ലേടാ? അത് അത് തന്നെ അളിയാ. ഡേറ്റ് നോക്കി, 25 ക്രിസ്മസ് ദിവസമല്ലേ? നാളത്തെ ഡേറ്റ് അല്ലേടാ? അളി എന്തോ പ്രശ്നമുണ്ട്. പിന്നെ വന്നാ ഓടി. അതൊന്നുമല്ല, നീ വാ. ഇന്നെന്തോന്നു? അതെന്തോ നോക്കിയേ. എടാ, അനിയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരല്ലേ? അപ്പൊ ഇതാരാ? അളിയാ, ഇത് പ്രശ്നമാണ്. ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. എന്നിട്ട് അവന്മാരോട് വാ നോക്കാം. അളിയാ, അവന്മാരെവിടെ? അവന്മാരകത്ത് പോയെന്നോ. എന്തോന്നത്? വാ. നോക്കി. എന്തോടെ? എന്താ തുറന്നേ, തുറക്കളെ. ജനൽ നോക്ക്. ഇവിടെ
ആരെയും തുറന്നേ, തുറക്കണില്ല, അത് തന്നെ. ആരെയും തുറടാ. തുറക്കണമില്ലല്ലോ. ഫോണെടുത്തില്ല. അയ്യോ, മൊബൈലും കാണാനില്ല. എണീക്കടാ, തുറക്കാൻ നോക്കട്ടെ. എന്താണ് ഇവിടെ നടക്കുന്നത്? എനിക്ക് അറിഞ്ഞൂടാണോ? ഡേയ്, ഇത് എന്തുവാണ് സംഭവം? ഡേയ്, എന്തുവാണ്? സീമേ, വേണ്ട. റിയാസേ, ഇവിടെ ഒന്നുമില്ലല്ലോ. അവന് തോന്നിയതായിരിക്കും. അടച്ചേ, സൗണ്ട് അവിടെ നിന്നാ. വാ, നമുക്ക് നോക്കാം. നിക്കടാ, പോണ്ട നീ. ആസിമേ, പോലെ അസേ, ആസിമേ,
ജോസോ എന്താ നീ ഇവിടെ ഇരിക്കേ, ഞങ്ങൾ നോക്കിട്ടില്ല. റിയാസ് വാ. ഇവിടെ ഒന്നുമില്ലല്ലോ. ഇവിടെ ഒന്നും ആരും കാണാനില്ല. ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി. അസീമേ, നേരത്തെ അടഞ്ഞു കിടന്നു. ഞാൻ കണ്ടതാണ് അവനെ. വലിച്ചു പിടിക്കണം. നോക്കിയല്ലേടാ ഇത് മറ്റല്ലടിയാ. നീ നോക്കടാ. വേണ്ട പോടാ പോടാ. വാ അയ്യോ, എനിക്ക് വയ്യണ്ട. ആ കഥ മറക്കാൻ മറ്റുള്ള നോക്ക്. നേരത്ത് ഓ അയ്യോ. മര്യാദക്ക് വരെ പഠിക്കലും പോയാ ഇനിയിപ്പോ എന്തിനാ ചെയ്യണ? അയ്യോ റിയാസ് എന്തോ വണ്ടി വണ്ടി മിണ്ടാടാ
അങ്ങനെ നല്ല പിച്ചാണ് കേട്ടോ. നീ വിറ്റല്ലോ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എടാ ഇടത്തോടില്ലടാ, അല്ലല്ല വലത്തോടില്ലടാ. ഇടത്തെങ്കിൽ ഇടത്തുനിന്ന് പറയണം, അല്ലെങ്കിൽ വലത്തെങ്കിൽ വലത്ത് പറയണം. നിന്റെ റൂട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. റോഡ് കണ്ടു കഴിഞ്ഞാൽ നേരെ പോണം. നീ പിടിച്ച വർക്കല്ലേ ഈ ബാഗിരിക്കുന്ന എല്ലാത്തിനും മുടയാണ്. വണ്ടി ക്ലിയർ ആണോ നോക്കിയാൽ മതി. വണ്ടി ക്ലിയർ ആണോ നോക്കിയാൽ മതി കേട്ടോ. അതന്നെ. എടാ നാളെ മുതലേ പെയിന്റിങ് പണി ഉറങ്ങത്തുള്ളൂ. എടാ നീ ഒന്ന് ഫോൺ വയ്ക്കണം. അങ്ങോട്ടിരിക്കുകയാണ്. മിണ്ടാരിടാ. ഓ അത് തന്നെ. ഇന്നവിടെ ചെറിയ ക്ലീനിങ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ അങ്ങോട്ട് കേക്ക്. എടാ നാളെ മുതലേ പണി തുടങ്ങത്തുള്ളൂ. ഞാനിപ്പോൾ ദൂരെയാണ്. ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ഓ അത് തന്നെ. ക്ലിയർ ചെയ്യാം. എടാ കുപ്പിയൊക്കെ വാങ്ങിച്ചു തരാം. അതെ അതെ, ഞാൻ ഇതിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ചുമ്മാ ഇരിയാണ്. ഫോൺ വെക്കാൻ തീർന്നു തോന്നുന്നു. വാ പോയി നോക്കാം. ജോലിയില്ലേ ആടാ. തീർന്നു തോന്നുട്ടോ. ജീവനുണ്ട് കേട്ടോ. വെള്ളം കൊടുക്കാം. ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാം. ഉണ്ടായിരിക്കല്ലോ. നിങ്ങൾ നോക്കിയോ, ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാം. നിങ്ങൾ ഇവിടെ നിൽക്ക്. ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാം. വെള്ളം കൊടുക്കാം. നീ ഒന്നാമത് അടിച്ച് വിറ്റാണ്. അങ്ങനെയായിരുന്നു നിന്റെ മാമന മച്ചമ്പിയ. നീ ആവശ്യമില്ലാതെ പണിക്ക് നിൽക്കല്ലേ. അവന് ജീവനുണ്ടെന്ന്. ജീവനുള്ളതാടാ പ്രശ്നം. വാ ഇപ്പൊ ശരിയായി തരാം. കാണിക്കുന്നത് വിടാനല്ല പറഞ്ഞത്. അങ്ങനെ ജീവനുണ്ട്. അങ്ങനെ രക്ഷിക്കാൻ നോക്കാം. വിടാൻ ഇതിലെല്ലാം നമ്മൾ സമാധാനം പറയേണ്ടി വരും. അത് ഞാൻ പറഞ്ഞോളാം. ഇതെല്ലാം കൂടി ചേർത്ത് 9-10 ആയി. നീ ഉണ്ടായിട്ടാ അതെങ്കിലും അവിടെ വെച്ചിട്ട് പോവാ. നടക്കും. 8-9 കൊലപാതകം ചെയ്തിട്ട് എന്നെ ഇതുവരെ ആരും പിടിച്ചിട്ടില്ല. നീ ഒന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എപ്പോഴും ചെയ്ത പോലെ അല്ലത്. പകലാണ്, നടു റോഡും കൂടിയാണ്. എത്ര നേരമായടാ ഇത്? എടേ എന്തോടാ നീ ഇത്ര നേരം ഇവിടെ വന്നിട്ട്? വിളിച്ചു നോക്കടാ പുല്ലൻ്റെ അവനെ. ഡേയ് നീ എവിടെ നിൽക്കുന്നത്? ഓ പെട്ടെന്ന് ഞങ്ങൾ എത്ര നേരം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അറിയോ? മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി സമയം പോയി. പെട്ടെന്ന് വാ. എന്തോ നാടകന്മാർ കാണിക്കണത് ചുമ്മാ മെനക്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട്. എവിടെയാണ് ബായ്? കുറച്ച് ലേറ്റ് ആയി പോയണ്ണ. ഇത് 15 മിനിറ്റ് അല്ലേ, ചെറിയൊരു തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണേ. സോറി. എവിടെയാടേ? ഇതാ ചെറിയൊരു അത്യാവശ്യം. 1 മണിക്കൂറാണ് ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ വിളിച്ചപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഹലോ സാറേ. ഇല്ല ഇന്ന് തന്നെ പോവും. ഇന്ന് ഞാൻ കയറും. ഇന്ന് തന്നെ പോവും. പെട്ടെന്ന് തുറന്നു. ഇല്ല സാറേ ഇവിടെ പറഞ്ഞ. ഓക്കെ സാറേ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി. അല്ലേ വണ്ടി എടുക്കടാ. പിന്നെ അണ്ണ നമ്മുടെ ബാലൻസ് പൈസ ഞാനിപ്പോ 2 രൂപ തന്നിട്ടില്ലേ? ബാക്കി ഞാൻ ചെയ്യാം. നോക്കട്ടെ. ഞാൻ ഓർമ്മിച്ചതുള്ളൂ. ഇത്രയും ക്ലിയർ ആക്കണ്ടേ? അതെ നോക്കിട്ട് ചെയ്തു തരാം. അണ്ണ നോക്കി ചെയ്താൽ മതി. ഓക്കെ ശരി. ഓക്കെ ഞാൻ വിളിക്കാം. ശരിടാ. വാ പോട്ട് താഴെ പോട്ട്. ഡേയ് 2നെ ഒതുക്കത്തി കിട്ടിയിട്ടുണ്ട്. എന്താ പരിപാടി? അപ്പുറം ഇവിടുത്തെ ആൾക്കാരുണ്ട്, ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കാര്യങ്ങൾ. ന്യൂട്രൽ ബാക്കി ഞാൻ ഏറ്റു. എന്തായാലും നോക്കാം. അതെ, സൂക്ഷിച്ചും കണ്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. എന്തോന്നാടാ ഇത്? പണിക്ക് വന്ന തന്നെ മൊബൈൽ നോക്കി നിൽക്കുക രാവിലെ മുതൽ എല്ലാണോ? എവിടെ നിന്ന് കിട്ടിയ എന്താ പുല്ലന്റെ മക്കളെ? വാ
എന്റെ അവസാനം എന്റെ കൈ കൊണ്ട് വേണ്ട വേണ്ട, നമുക്ക് ന്യൂട്രലിൽ തുടങ്ങാം. നമ്മളെ ആജ്ഞാപിക്കാൻ അവനല്ലെങ്കിലും ഇത്തിരി കുഴപ്പം തന്നെ. ഞാൻ നേരത്തെ നോക്കിയിരിക്കുക എന്നാ. എന്താണ് പിന്നെ ഗേറ്റ് നീ പോയി അടയ്ക്കൂ, ചൊറിയല്ലേ. നീയൊക്കെ പണിക്ക് വന്നത് തന്നെ. വാ ചേട്ടാ, ഇത് നിങ്ങൾ പറഞ്ഞ പൈസയ്ക്ക് മുതലാവില്ല ചേട്ടാ. ഇത് കുറെ ഉണ്ട്. കുറച്ച് വർക്കുകളൊക്കെ ഉള്ളൂ, പെട്ടെന്ന് തീരും. എന്തോട്ടാ ഇത് മൊത്തം കാടും ഇതൊക്കെ ആയിട്ടല്ലേ കിടക്കുന്നത്? പ്രശ്നം പുല്ലും കോപ്പൊക്കെ പറിക്കാൻ വേണ്ടി തന്നെയാണ് നിന്നെ കൊണ്ടുവന്നത്. നിങ്ങൾ രാവിലെ മുതൽ പല പ്രാവശ്യം ഒഴിവാക്കി വിട്ടാണ് കേട്ടാ. റിയാസേ, അകത്തു അകത്തു വന്ന് പണി കാര്യം ചെയ്യാൻ നോക്കാം. ചെല്ല് ചെല്ല് ചെല്ല്. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. എടേ, നിന്റെ അടുത്ത് ചൂടായി സംസാരിച്ചപ്പോഴല്ലേ ഞാൻ ഇടപെട്ടത്. നിങ്ങളതിന് ചാടിക്കറി വന്നത് എന്തിന്? പിന്നെ വരാതെ ആ റിയാസിനെ എനിക്ക് നല്ലതായിട്ട് അറിയാം. അവര് നിങ്ങളാരും വലിയ ഗുണ്ടകളാണ്. അതിനേക്കാൾ അപ്പുറം കണ്ടവനാണ് ഞാൻ. പണി മേടിക്കാതെ ഇവിടുന്ന് പോയാൽ ഭാഗ്യം. നിങ്ങളിപ്പോൾ ആവശ്യമില്ലാത്ത ഇടാകൂടത്തിലൊന്നും ചാടരുത്. എനിക്കിവിടെ പ്രശ്നം ഉണ്ടാക്കി തരരുത്. എന്നെ നോക്കാൻ എനിക്കറിയാം. പിന്നെ വന്നോ ഓടി? അതൊന്നുമല്ല. എടാ, ഇത് നമ്മുടെ സ്കെച്ച് ചെയ്ത നമ്മൾ തീർക്കേണ്ടല്ലേ? അറിയാതെ സീനാണ്. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. നമുക്ക് നോക്കാം.